വാഴക്കൂമ്പ് തോരനാണ്. ആദ്യം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുത്ത് ഈ പുറമേയുള്ള ലെയറില്ലേ അത് കുറച്ച് കട്ടിയുള്ളതാണ്. അതിൻ്റെ ആവശ്യം നമുക്കില്ല. അതൊന്ന് ഇളക്കി മാറ്റിയെടുക്കാം. ഈ ഒരു ലൈറ്റ് ഗ്രീനിലേക്ക് വരുന്നത് വരെ അതിൻ്റെ ഇതളുകളെല്ലാം നമുക്കൊന്ന് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇനി ഇതിനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ മുകളിലൊന്ന് കത്തി വെച്ചിട്ടൊന്ന് കൊത്തി കൊടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു കട്ടിയുള്ള ഭാഗം ഒഴിച്ച് ബാക്കിയെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു വല പോലെയുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കയ്യിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുത്തതിന് ശേഷം നമുക്ക് കയ്യിൽ ഇതുപോലെ വെച്ച് ഉരസിയെടുക്കുകയാണെങ്കിൽ ആ വല നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അങ്ങനെ അതെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് മാറ്റിയെടുക്കാവുന്നതാണേ. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പിട്ട് കളറൊന്ന് മാറി വരുമ്പോൾ വറ്റൽ മുളക്, കറിവേപ്പില, ഒരു സവാള ചെറുതാക്കി അരിഞ്ഞതാണ്, അതും കുറച്ച് ഉപ്പും ചേർത്ത് സവാള ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാമേ. കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വാഴക്കൂമ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് തളിച്ച് കൊടുത്ത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 4 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. തേങ്ങ, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ചെറിയ ജീരകം, കറിവേപ്പില, പച്ചമുളക് ഇവയെല്ലാം കൂടെ ഒന്ന് ചതച്ചും കൂടെ എടുത്ത് വെക്കാം. വാഴക്കൂമ്പ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് അടച്ചു വെച്ച് 1 മിനിറ്റ് കൂടി നമുക്കൊന്ന് വേവിക്കാം. അപ്പോൾ നമ്മുടെ അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് കൂടി ചേർത്ത് 1 മിനിറ്റ് കൂടി ഒന്ന് ഇളക്കിയെടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ വളരെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള വാഴക്കൂമ്പ് തോരൻ റെഡി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.